ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം തൻ്റെ ദൗത്യങ്ങൾ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് അനേകരെ തിരഞ്ഞെടുക്കാറുണ്ട്. അവരിൽ ദൈവത്തിന് വിശ്വാസമുള്ളത് കൊണ്ടാണ് തൻ്റെ അതിമഹത്തായ ദൗത്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ യഹോവയാം ദൈവത്തിൻ്റെ ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച് മുൻപോട്ട് പോകുമ്പോൾ പലരും തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കുവാൻ കഴിയാതെ അതിനെ നിശ്ചലമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാവധാനത്തിലാക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവം അവർക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നൽകും. അങ്ങനെ അപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ദൈവം തങ്ങളെ ഏൽപ്പിച്ച ആ ചുമതലകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ ദൗത്യങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതൽ ചിന്തിക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ പ്രവർത്തനം പിന്നെ ആയാലും നടത്താൻ കഴിയുമല്ലോ എന്ന് ഉള്ള ചിന്തയോടുകൂടി അവർ തങ്ങളുടേതായിട്ടുള്ള ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സർവ്വസാധാരണമായ കാഴ്ചയാണ്. ദൈവത്തിൻ്റേതായിട്ടുള്ള ദൗത്യത്തെ മറന്ന്, ദൈവം ഏൽപ്പിച്ച ചുമതലകളെ മറന്ന് സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തമായ അഭിവൃദ്ധിക്ക് വേണ്ടി, സ്വന്തമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉടനെ ഒരുപക്ഷെ ദൈവം പ്രവർത്തിക്കുകയില്ല. അതിനെതിരായിട്ട് ഉടനടി ദൈവം ഒരു ശിക്ഷ നൽകുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൗത്യം മറക്കുന്നവരെ ദൈവം മറക്കുകയില്ല. അവരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവം നടപ്പാക്കും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. ടുഡേ വി സീ that many people are chosen by God for His great goals. And when they are chosen, they start working very diligently for the Almighty God. They try earnestly. But we find them slowing down after some time because they indulge in their own activities. They want to complete or to go forward in their own goals. And what they would say is that, that's fine. See, we can complete God's projects later on. God is there to protect it. But now we have to work for our own goals, our own ends, so that we can exist, we can survive. And slowly we will start working for God. We will complete whatever has been taken up for the Almighty God. And many times they say, it's not time that we should start working for God. യഹോവയുടെ സമയത്തെക്കുറിച്ച് പലപ്പോഴും നാം പറയാറുണ്ട്. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം കാണുവാൻ കഴിയും. യഹോവയുടെ ആലയം പണിയുവാനുള്ള സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. യഹോവയുടെ ആലയം പണിയുവാനുള്ള സമയം ആയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ അപ്രകാരം പണിയുവാനുള്ള അവസരമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. ദൈവം ഹഗ്ഗായി പ്രവാചകനിലൂടെ തൻ്റെ ദൈവാലയം പണിയും എന്നുള്ള നിശ്ചയത്തോടെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അടിസ്ഥാനമിട്ട് മുൻപോട്ട് പോകുമ്പോൾ അത് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയിൽ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ മറന്നു പോകുന്നത്, ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള വലിയ ആ ആഗ്രഹങ്ങൾ മാഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയായി വരുന്നത് സ്വന്ത സ്ഥാപിത താല്പര്യങ്ങളുടേതായിട്ടുള്ള പൂർത്തീകരണത്തിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുമ്പോഴാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റേതായിട്ടുള്ള വഴികൾ,
അല്ലെങ്കിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള പദ്ധതികൾ മാറ്റിവെക്കുവാൻ, ദൈവം നമ്മെ ഏൽപ്പിച്ച ലക്ഷ്യങ്ങൾക്ക് അതിൻ്റെ ഉടനടിയുള്ള പ്രവർത്തനമല്ല, സാവധാനമുള്ള പ്രവർത്തനങ്ങൾ മതി എന്ന് മനുഷ്യൻ പറയുന്നത്. ഇവിടെ അപ്രകാരം ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇസ്രായേൽ മക്കൾ ബാബിലോണിയൻ അടിമത്തത്തിലായിരുന്നു. അവിടെ നിന്ന് ദൈവം അത്യത്ഭുതകരമാവണ്ണം അവരെ വിടുവിച്ചു. യെരുശലേമിൽ ദേവാലയം പണിയുവാൻ വേണ്ടുന്ന എല്ലാ സാമഗ്രികളുമായി അവരെ സുരക്ഷിതരായിട്ട് യെരുശലേമിലെത്തിച്ചു. വലിയ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും അവർ യെരുശലേം ദേവാലയത്തിന് തറക്കല്ലിട്ടു പണി ആരംഭിച്ചു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ പണി നിശ്ചലമായി. We find the captives in Babylon were released, and Cyrus had made an edict saying that those who want to go to Jerusalem can go to Jerusalem, and he had given them all necessary requirements to start the building of the new temple in Jerusalem. And that's how he had sent them back as free people to Jerusalem. Their captivity was completely removed, and we find them reaching Jerusalem with all the material required to build the temple of Jerusalem. But when they reached Jerusalem, you see the land was desolate, so much of land was there, there were no owners for it. They could occupy as much of land as they wanted. So they came and they laid the foundation for the second temple of Jerusalem. And then, because they got land in abundance, nobody were there, they started their own projects, their own cultivation. They start building their own houses, totally forgetting what was entrusted to them. God had entrusted to build a temple for him in Jerusalem for a second time. And they forgot that mission. And we find them going to their house, building big houses, and then cultivation and so many other things which would enhance their riches. അങ്ങനെ തങ്ങളുടെ ദൗത്യങ്ങൾ മറന്ന് ദൈവത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം മറന്ന് മുൻപോട്ട് പോകുന്ന തൻ്റെ ജനത്തോടും അവരെ നയിക്കുന്ന രണ്ട് വ്യക്തികളോടും ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം പറയുന്ന കാര്യമാണ് നാം വായിച്ചു കേട്ടത്. യഹോവയുടെ ആലയം പണിയുന്നതിനുള്ള സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. അവിടെ ദേശാധിപതിയായിട്ടുള്ള സെരുബാബേലുണ്ട്. സെരുബാബേലിൻ്റെ നേതൃത്വത്തിലാണ് അവർ തിരികെ യെരുശലേമിലേക്ക് മടങ്ങി വന്നത്. മഹാപുരോഹിതനായ യോശുവയുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ജനമുണ്ട്. ഇവരോടാണ് ദൈവം പറയുന്നത്, യഹോവയുടെ ആലയം പണിയുവാനുള്ള സമയമായിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. കാരണം ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടിട്ട് ഏതാണ്ട് 16 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നീടൊന്നും അവർ പണിതിട്ടില്ല. അവർ പോയി തങ്ങൾക്ക് സുഖലോലുപമായി ജീവിക്കുവാൻ തക്കവണ്ണം ഭവനങ്ങൾ പണിയുകയും കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അവർ മുൻപോട്ട് പോവുകയാണ്. See, we find that the Lord speaking to these people through his prophet Haggai. He was speaking to the governor Zerubbabel and also to the high priest Joshua. And God tells them about the attitude of the people. It's not time to build the house of the Lord. They have already got their beautiful houses, they have got their own cultivation, and they have got all means to make money and go happily. So they had just pushed back the work of the Lord. For 16 years, the temple of God was not built. It was on its foundation, because after that they all dispersed. And for 16 years it was just a foundation, that's all. And we find that God had provided them everything what they wanted to build the new temple.
it was he who had burnt the old temple. Now we find the book of Ezra chapter 1 verse 4 and verse 7, we find everything that they wanted to build the temple was provided by Ezra. And they were sent for that purpose. They had nothing to take of their own. But we find them stopping the work of the temple of God and going for their own purposes. So years had passed by, 16 years had passed by. So now he sends his prophet Haggai to these people and he speaks to them. God speaks to them. And the first thing what we find there in chapter 1 verse 4, he is asking the people, you see, when my temple is empty, how could you live in beautiful houses? അതെ, പ്രവാചകൻ ഹഗ്ഗായി അവരോട് ചോദിക്കുകയാണ്. ദൈവം ഹഗ്ഗായി പ്രവാചകനോട് അവരോട് സംസാരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കാണാൻ കഴിയും, ഈ ആലയം ശൂന്യമായിരിക്കാൻ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ സമയമായോ? നിങ്ങൾ പറയുന്നു എൻ്റെ ആലയം പണിയുവാൻ സമയമായിട്ടില്ലെന്ന്. എന്നാൽ എൻ്റെ ആലയം ശൂന്യമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ, എൻ്റെ ആലയത്തിലൊന്നുമില്ല, എൻ്റെ ആലയം പണിതിട്ടില്ല, അത് ശൂന്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ഭവനങ്ങൾ സുഖമനുഭവിക്കുകയാണ്. എനിക്കൊരാലയമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്രകാരം നിങ്ങളുടേതായിട്ടുള്ള ഭവനം സുഖിക്കുവാൻ കഴിയുമെന്നാണ് ദൈവം ചോദിക്കുന്നത്. എങ്ങനെ അവിടെ താമസിക്കുവാൻ കഴിയും? മാത്രമല്ല, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ, നിങ്ങൾക്ക് വീടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കൃഷിയുണ്ട്, പക്ഷേ എന്താ നിങ്ങളുടെ അവസ്ഥ? 6-ാം വാക്യത്തിൽ ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ ഒരുപാട് വളഞ്ഞു പിടിച്ചിട്ടുണ്ട്, ഒരുപാട് അല്ലാതെ എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കൃഷികളൊക്കെ വിഫലമാവുകയാണ്. നിങ്ങൾ വളരെ വിതയ്ക്കുകയാണ്, പക്ഷേ കൊയ്യുന്നത് വളരെ തുച്ഛമായ കാര്യം മാത്രമാണ്. മാത്രമല്ല, നിങ്ങൾ എന്തെല്ലാം ഭക്ഷിച്ചാലും തൃപ്തി വരുന്ന ഒരവസ്ഥയല്ല നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എന്തെല്ലാം ഭക്ഷിച്ചാലും വീണ്ടും വീണ്ടും ഭക്ഷിക്കുന്ന അവസ്ഥ. മാത്രമല്ല, പാനം ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. പാനം ചെയ്യുക, തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്ക് കുളിർ മാറുന്നില്ല. അതേ, ഭയങ്കര തണുപ്പാണ്. ശൈത്യത്തിൽ വസ്ത്രം ധരിച്ചിട്ടും കമ്പിളി പുതച്ചിട്ടും അവരുടെ തണുപ്പ് മാറുന്നില്ല. കാരണം ശരീരം ബലഹീനമായി കഴിഞ്ഞിരിക്കുന്നു. അതെ, കൂലിക്കാരൻ ഓട്ടയുള്ള സഞ്ചിയിലിടുവാൻ കൂലി വാങ്ങിക്കുന്നു. കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ അവൻ്റെ കൂലി അവൻ വാങ്ങിക്കുമ്പോൾ ആ സഞ്ചിയിൽ ഓട്ടയുണ്ട്, അങ്ങനെ പോയിക്കൊള്ളും. അതെ, എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ മറന്നുകൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ നാം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ആലയം പണിയുവാനോ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ എങ്ങനെ സുഖമായിട്ട് പാർക്കുവാൻ കഴിയുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. സോ ഗോഡ് ആസ്ക്ഡ് them, see, you are sowing much, but you are reaping very little. You are toiling so hard, but there is no result at all. You got so much of lands, but what is the use? You are sowing, but you are reaping little. And then you are eating much, but you are not satisfied. You are drinking much, but your thirst is not quenched. Yes, you are dressing well with all the winter clothes, but still you feel cold, you feel chilled, still you are shivering. And he says the laborer is gathering his wages in bags which have holes. It cannot retain it because whatever you put in the bag will be just dropping off without your knowledge. So this exactly is your situation. എൻ്റെ ആലയം ശൂന്യമായിരിക്കുക, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ സമയമായോ? പലപ്പോഴും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ
നമ്മുടേതായിട്ടുള്ള ഭാവിക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവനാമ മഹത്വത്തിനായിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു, രണ്ടാമത്തെ യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു. അത് പണി പൂർത്തിയാക്കുവാൻ പോയിട്ട് പണികൾ മുൻപോട്ട് കൊണ്ടുപോകാതെ 16 വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ദൈവം ഹഗ്ഗായി പ്രവാചകനോട് സംസാരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ. നിങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ വിതയ്ക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് കൊയ്യുവാനായിട്ട് കഴിയുന്നില്ല. കൊയ്യുമ്പോൾ നിങ്ങൾക്ക് മണികളല്ല ലഭിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ അർത്ഥം അതാണല്ലോ, അല്പമേ കൊയ്യുന്നുള്ളൂ. അതെ, ഭക്ഷിച്ചിട്ട് തൃപ്തി വരുന്നില്ല, മതി വരുന്നില്ല. എപ്പോഴും വിശപ്പാണ്. എന്ത് ഭക്ഷിച്ചിരുന്നാലും എത്ര ഭക്ഷിച്ചിരുന്നാലും പിന്നെയും വിശപ്പാണ്. അതെ, നിങ്ങളുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തെ താളം തെറ്റിക്കുന്ന കാര്യമാണ് ഭക്ഷണക്രമം. അത് തന്നെ താറുമാറായിരിക്കുന്നു. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. നിങ്ങൾ എത്ര വെള്ളം കുടിക്കുകയാണ്, നിങ്ങൾക്ക് ദാഹമാണ്, നിങ്ങൾ എന്തെല്ലാം ശീതള പാനീയങ്ങൾ കുടിച്ചിരുന്നാലും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. അതെ, ഭക്ഷിച്ചിട്ട് മതി വരുന്നില്ല. ദാഹിച്ചിട്ട് പാനം ചെയ്യുമ്പോൾ തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല. കമ്പിളി പുതപ്പാണ്, കമ്പിളി വസ്ത്രമാണ്, പക്ഷേ ധരിക്കുമ്പോഴും കുളിർ മാറുന്നില്ല. ശാരീരികമായി രോഗം ബാധിക്കുമ്പോഴാണ് ഇപ്രകാരം കുളിർന്ന പ്രതിഭാസം നമ്മുടെ ശരീരത്തെ പിടിച്ചെടുക്കുന്നത്. ഭയാനകമായ അവസ്ഥയാണ് കുളിരിൻ്റെ അവസ്ഥ. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല. കാരണം നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ള ശരീരമല്ല. ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ള ശരീരമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ അത് വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറാതിരിക്കുന്നത്. മാത്രമല്ല, കൂലിക്കാരൻ ഓട്ടമുള്ള സഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങിക്കുന്നു. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ സമ്പാദ്യം കിട്ടുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ഓട്ടയുള്ള സഞ്ചിയിലേക്കാണ് പോകുന്നത്. അത് മുഴുവൻ അപ്രകാരം ചോർന്നു പോവുകയാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇവ പാഠമാണ്. അതെ, നമ്മുടെ ദേവാലയം ശൂന്യമായി കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ കഴിയും? ദാവീദിൻ്റെ ചോദ്യം അതായിരുന്നു. ഞാൻ അറവിൽ വസിക്കുകയാണ്, നിൻ്റെ നിയമപ്പെട്ടകം അത് ഇവിടെ ഇപ്രകാരമുള്ള ആ തുണി വിരിച്ച് തട്ടനുണ്ടാക്കി അപ്രകാരമുള്ള അവസ്ഥയിൽ അവിടെ വെച്ചിരിക്കുകയാണ്. എനിക്കത് പ്രയാസമാണ്. ഞാൻ സർവ്വസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് രാജധാനിയിൽ അത് നീ എന്നെ കയറ്റി ഇരുത്തിയിട്ട് അങ്ങേക്ക് ഒരു ദേവാലയം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല എന്ന ദുഃഖം ദാവീദിനെ ഭരിച്ചിരുന്നു. ഞാൻ എങ്ങനെയാണ് ഈ അരമനയിൽ പാർക്കുന്നത്? അങ്ങ് അതേ കൂടാരത്തിലാണ് ഇപ്പോഴും. ദേവാലയം പണിത് പ്രതിഷ്ഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കുവാനും നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് മഹത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും മനസ്സ് വരുമ്പോഴാണ് ദൈവം നമ്മുടെ കുളിർ മാറ്റുന്നത്. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. എപ്പോഴും ദാഹമാണ്, വെള്ളം ഒരുപാട് കുടിക്കുമായിരിക്കാം, പക്ഷെ തൃപ്തിയില്ല. അത് തീർത്തുവാൻ കഴിയുന്നില്ല. We find that you eat a lot but you are not satisfied. You drink a lot of drinks but your thirst is not quenched. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. You have a lot of winter wear. ഒരുപാട് പുതപ്പുണ്ട്, കമ്പിളിയുണ്ട്, പക്ഷേ അത് തണുപ്പ് മാറ്റുന്നില്ല. See, your woolen clothes or whatever clothing you have are not capable of removing your chillness. So these are things. And another important thing, God tells his people about this. These are the reasons for your ruin. These are the reasons for your unhappiness. These are the reasons for your physical problems. Yes. And what does Haggai say? It's not Haggai, I'm asking, what does God say about it?
There should be some remedy for it. And verse 8 we find എന്നാൽ നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് എൻ്റെ ആലയം പണിയുക. You go to the hills and bring wood from there and build my temple. They are only just builders. And they started work again. They started praying again. And we find them completing the walls. So, whenever we take up great goals for the Almighty God, remember that we are working for God, and whatever be the consequence, you have to work for God primarily. After working for God, after taking up great tasks for God and completing successfully, it is then that we will be successful in our endeavors. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇത് പാഠമാണ്. So we find the prophet Haggai pointing his fingers to them and saying, these are the things you have not done. You see, you have got beautiful house, you find this temple is empty. You are eating a lot, but you are not satisfied. You are drinking, you are not satisfied. You are wearing warm winter clothes, but still your body is chilled. And we find that the laborers are gathering their wages in bags which are holes. Will anything be retained? No. Without their knowledge, these will be just dropping off. So, God exhorts them. What does he say? You go to the hills, cut wood and come and build the temple of God. ഇങ്ങനെ സാഹചര്യത്തിൽ ദൈവം അവരോട് പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ മലയിൽ ചെന്ന് അതേ തടി കൊണ്ടുവരുവിൻ. നിങ്ങൾ മലയിൽ പോകണം, തടി കൊണ്ടുവരുവിൻ. കാരണം എന്താണ്? ഈ ദേവാലയം പണിയുവാൻ. നിങ്ങളുടെ ഇന്നത്തെ ശാപകരമായ ഈ അവസ്ഥ മാറണമെങ്കിൽ നിങ്ങൾ ആരംഭിച്ച ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി മുൻപോട്ട് കൊണ്ടുപോകണം. ഇന്നത് നീണ്ട 16 വർഷം ആ ഒരു ഫൗണ്ടേഷൻ മാത്രം ഇട്ട് കിടക്കുകയാണ്. അതായത് യെരുശലേം ദേവാലയം ചുട്ടുകരിക്കപ്പെട്ട ശേഷം അവിടെ എല്ലാം ശൂന്യമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഒരടിസ്ഥാനമിട്ട ദേവാലയം 16 വർഷമായിട്ട് അടിസ്ഥാനത്തിൽ കിടക്കുകയാണ്, മേപ്പോട്ട് പണിതിട്ടില്ല. അത് വീണ്ടും പണിയുവാൻ തക്കതിരുവണ്ണം അവർ മലയിൽ പോയി തടി കൊണ്ടുവന്ന പണി ആരംഭിക്കുവാനാണ് ഇവിടെ പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത്. സോ we find God asking to the prophet to ask them to go to the hills and bring wood so that they can complete the house of the Lord. അവർ അപ്രകാരം പോയി തടി കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ആലയം പണിതു. അങ്ങനെ അവരുടെ മുൻപിലുണ്ടായിരുന്ന ശാപങ്ങളെ മാറ്റി, അവരുടെ കഷ്ടത മാറ്റി, അവരുടെ രോഗങ്ങളെ മാറ്റി, അവരുടെ സങ്കടങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ആലയം പൂർത്തീകരിച്ചു. അത് അവരുടെ അനുഗ്രഹങ്ങളുടേതായിട്ടുള്ള മുഖാന്തരമായി തീർന്നു. എൻ്റെയും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നാം നമുക്ക് വേണ്ടി പലത് വലുതായി കരുതുമ്പോൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി എന്ത് കരുതിയിരിക്കുന്നുള്ളത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർണ്ണമാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ നാം നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്? നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി ഏറ്റെടുക്കുക. ദൈവം അനുഗ്രഹമായി നമ്മെ വഴി നടത്തും. ആരെങ്കിലും അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചത് എന്തെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാം. അതെ, അത് വീണ്ടും ഏറ്റെടുത്ത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മതിയായതാണ്. അത് പൂർണ്ണമാക്കുവാൻ തക്കതിനുവേണം നാം ശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളും പൂർണ്ണമാക്കും. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി അതിമഹത്തായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് അത് അപൂർണമാക്കിക്കൊണ്ട് ആരെങ്കിലും പോകുന്നുവെങ്കിൽ ഈ വചനം അവർക്ക് പുതിയ ദർശനം നൽകി ദൈവത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന അതിമഹത്തായ ദൗത്യങ്ങൾ പൂർണ്ണമായിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ
ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു മന്ത്രം അപേക്ഷിക്കുന്ന കൃപ കേൾക്കുവാനാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.